പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചൂടോടെ കഴിക്കാൻ തോന്നിയിട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് മാവ് ഉണ്ടായിരുന്നേ. ആ മാവ് എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും എൻ്റെ ഫേവറേറ്റ് മുട്ട ബജ്ജി കേട്ടോ. മാവിനെ മുഴുവനായിട്ട് എടുത്തില്ല കേട്ടോ, എനിക്ക് കുറച്ച് മുഖത്ത് തേക്കാനായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അമ്മയാണ് സഹായിച്ചത്. പിന്നെ ഞാനും കുറച്ച് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയിട്ടാണ്. ചോറും കറിയൊക്കെ വെക്കുമെങ്കിലും മുട്ട ബജിയിലുള്ള ടെക്നിക്ക് എനിക്ക് അത്ര പിടിയില്ല. അതുകൊണ്ട് തന്നെ അമ്മ അടുത്ത് നിന്ന് ഫുള്ള് ഗൈഡൻസ് തരുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിലും എൻ്റെ മണ്ടത്തരത്തിന് ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അമ്മ എല്ലാം കറക്റ്റായിരുന്നേ. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് എനിക്ക് അതിൽ ഒഴിക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താ എൻ്റെ അമ്മയുടെ തലയൊരു കെട്ട് എന്നുള്ളത്. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് മുടി പെടാതിരിക്കാൻ എൻ്റെ അമ്മ നല്ലോണം ശ്രദ്ധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ തലയിൽ ഒരു തോർത്തൊക്കെ കെട്ടിയിട്ടാട്ടോ നിൽക്കുക. വീട്ടിലെ പണിയാണെങ്കിലും അമ്മൻ്റെ തലയിൽ ഒരു കെട്ടുണ്ടാവും കേട്ടോ. തലയിൽ ഒരു കെട്ടുണ്ടെങ്കിൽ എന്തും അമ്മയ്ക്ക് സാധിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസം അമ്മയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അത് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗൈസ് ഇങ്ങനെ കോഴി ഇങ്ങനെ വീട്ടിനുള്ളിൽ കയറി വരല്? നമ്മൾ വിഷയത്തിന് തെന്നിമാറിയോ എന്നൊരു സംശയം. ഓക്കെ ഗൈസ്, വരും നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ആ സാഹസം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് നല്ല ചൂടോടുള്ള കാപ്പി ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.